അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മനോഹരമായ ഒരു ഹദീസ് നമുക്കൊന്ന് കേൾക്കാം. നിസ്സാരതയിൽ ഓരോ ദിനരാത്രികളിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നാം അത് ശ്രദ്ധിക്കാതെ പോകുന്ന 7 കാര്യങ്ങൾ, എന്നാലോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടുന്ന വലിയൊരു നേട്ടം, വിലമതിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള നേട്ടങ്ങൾ. ആ 7 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇൻഷാ അള്ളാഹ് ഈ വോയിസ് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ നാം അത് ശരിക്കും കൊണ്ടു നടക്കാൻ, ശ്രദ്ധിക്കാൻ, ഗൗരവത്തോടെ അത് കണക്കിലെടുക്കാൻ നമുക്കത് സാധിക്കണം. അല്ലാഹു തൗഫീഖ് കേട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ ഹഫിള സബഉ കലിമാത്തിൻ ഫഹു ഷരീഫുൻ ഇൻദല്ലാഹി തആല വൽ മലായിക. 7 കാര്യങ്ങൾ ജീവിതത്തിൽ ഒരാൾ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലും മലക്കുകളുടെ അടുക്കലും വലിയ സ്ഥാനമുള്ളവനാണ്. 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലും മലക്കുകളുടെ അടുക്കലും വലിയ സ്ഥാനം കിട്ടിയവനാണവൻ. അതുപോലെ തന്നെ വയഗ്ഫിറുല്ലാഹു ദുനൂബഹു വലൗ കാനത് മിസ്ലു സബദിൽ ബഹർ. വയഗ്ഫിറുല്ലാഹു ദുനൂബഹു വലൗ കാനത് മിസ്ലു സബദിൽ ബഹർ. അള്ളാഹു അവൻ്റെ പാപങ്ങൾ മാപ്പ് നൽകുമെന്നാണ്. കടലിൻ്റെ തിരമാലകൾക്ക് സമാനമായിട്ടാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്, എന്നാൽ പോലും അള്ളാഹു അവനിക്ക് മാപ്പ് നൽകുമെന്നാണ്. ആ 7 കാര്യങ്ങൾ ഏതാ മുഅ്മിനീങ്ങളെ? ഇൻഷാ അല്ലാഹ് പറയാം. അതുപോലെ തന്നെ വയജിദു ഹലാവത ത്വാഅതി വതകൂനു ഹയാതുഹു വമമാതുഹു ഖൈറാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയിലേക്ക് ഇബാദത്ത് ചെയ്യാൻ നല്ല മാധുര്യം അവൻ്റെ മനസ്സിനകത്ത് ഉത്ഭവിക്കുമെന്നാണ്. നല്ല റാഹത്ത്, ഒരു ഉന്മേഷം, ഒരു അനുഭൂതി. വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യണം, ചെയ്തു കഴിഞ്ഞാലോ അത് വീണ്ടും മറ്റൊന്ന് ചെയ്യണം. ഖുർആൻ ഓതിയാൽ എനിക്കൊരു സുന്നത്ത് നിസ്കാരം ധാരാളം നിസ്കരിക്കണം, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാലോ ഒരുപാട് ദിക്റുകൾ ചെല്ലണം, അള്ളാഹുവിലേക്ക് അടുക്കണം. വളരെ മാധുര്യമുള്ളതായിരിക്കും അവനിക്ക് ഓരോ നന്മകൾ ചെയ്യുമ്പോഴും മനസ്സിനകത്ത് ഉത്ഭവിക്കുന്ന അനുഭൂതികൾ. അതുപോലെ തന്നെ അവൻ്റെ ജീവിതവും അവൻ്റെ മരണവും ഖൈറായിരിക്കുമെന്നാണ്. ജീവിതം ഉടനീളവും അവസാനം മരിക്കുന്ന ആ സെക്കൻഡുകളൊക്കെ ഖൈറാവുക എന്നുള്ളത് അൽഹംദുലില്ലാഹ്, അതല്ലേ മുഅ്മിനീങ്ങളെ നമുക്ക് വലിയൊരു നേട്ടം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അനുഭവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ജീവിതം ഉടനീളം 7 കാര്യം സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മനോഹരമായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് നേട്ടങ്ങളാണ്. ഏതാ മുഅ്മിനീങ്ങളെ ആ 7 കാര്യങ്ങൾ? 1, അയ്യഖൂന ഇൻദ ഇബ്തിദാഇ കുല്ലി ഷൈഇൻ ബിസ്മില്ലാഹ്. ഏതൊരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം, എന്ന് ചെല്ല. ഏതൊരു നല്ല കാര്യമെന്ന് പറയുമ്പോഴും വെറുമൊരു ഖുർആൻ ഓതുവോ അല്ലെങ്കിൽ നിസ്കാരങ്ങളോ ദിക്റുകളോ സ്വലാത്തുകളോ സ്വതക്കകളോ അത് മാത്രമല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാം സുബ്ഹി മുതൽ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണോ സ്ത്രീകൾ അടുക്കള പണിയിലാണെങ്കിലും, ഇനി ഡ്രസ്സ് അലക്കാണെങ്കിലും, അതുപോലെ തന്നെ സ്റ്റൗ കത്തിക്കാണെങ്കിലും, പിന്നെ പാത്രം കഴുകുകയാണെങ്കിലും, ഡ്രസ്സ് അലക്കാണെങ്കിലും, ഏതൊരു വിഷയമാണെങ്കിലും അതൊക്കെ നല്ല കാര്യമാണല്ലോ. എന്തൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെല്ലുക. ആണുങ്ങൾ അങ്ങനെ തന്നെ. കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ വണ്ടിയിൽ കയറുന്നതിന് ശേഷം ചെല്ലുന്ന ദിക്ർ വേറെ. കയറാൻ തുടങ്ങുമ്പോൾ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വണ്ടി കയറുമല്ലോ, ആ തുടക്കത്തിൽ. അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും പിന്നെ ബിസിനസ് സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടോ കച്ചവട സംബന്ധമായിട്ടോ, അതുപോലെ തന്നെ ആണുങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഇനി അടുക്കളയിൽ തൻ്റെ ഭാര്യയോട് കൂടെ അടുക്കള ജോലിയിൽ ഏർപ്പെടുമ്പോഴും എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെല്ലുക. സിമ്പിളല്ലേ? അറിയാതെ കിട്ടുന്ന നേട്ടങ്ങളല്ലേ? ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. രണ്ടാമത്തെ കാര്യം അയ്യഖൂല ബഅദ ഫറാഗി കുല്ലി ഷൈഇൻ അൽഹംദുലില്ലാഹ്. ആ തുടക്കം കുറിച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടക്കം കുറിച്ച ആ നല്ലൊരു കാര്യമുണ്ടല്ലോ, അത് അവസാനിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അപ്പോൾ തുടങ്ങുമ്പോൾ ബിസ്മില്ലാ, അവസാനിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാം.
ഇനി മൂന്നാമത്തെ കാര്യം, ഇദാ ജറ അലാ ലിസാനിഹി മാല യഅനീഹി അൻ യഖൂല അസ്തഗ്ഫിറുല്ലാഹ്. എന്തൊരു നല്ല ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴോ ഏതെങ്കിലും ജനങ്ങളോട് ഇടപഴകുമ്പോഴോ അരുതാത്ത വിഷയത്തോ ഇനി അറിഞ്ഞും കൊണ്ടാണെങ്കിലും അവൻ്റെ നാക്ക് ഏതെങ്കിലും വിഷയത്ത് മുൻകടന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും അവൻ്റെ നാക്കിൽ സംസാരം വന്നുപോയി, ഇനി അറിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇനി വന്നുപോയി, പക്ഷെ അത് കരുതി കൂട്ടിയിട്ടല്ല, എന്തെങ്കിലും സംസാരത്തിൽ അവൻ എന്തെങ്കിലും പറഞ്ഞു പോയി എന്ന ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്ക് പറയാം. ജനങ്ങൾ ഇടപഴകുന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വിഷയത്ത് ഫോണിലൂടെ സംസാരിക്കുമ്പോഴോ ഏതെങ്കിലും വിഷയത്ത് സംസാരങ്ങൾ ഏർപ്പെടുമ്പോഴോ അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും അവൻ്റെ നാക്ക് മുങ്ങടന്ന് കഴിഞ്ഞാൽ അവൻ ആ സമയത്ത് ചിലപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതോ അവനക്ക് ഇഷ്ടപ്പെടാത്തതോ ഏതെങ്കിലും വിഷയമായിരിക്കും അവൻ്റെ നാക്കിൽ വന്നു പോവുക. ആ ഉടനെ തന്നെ പറയാം അസ്തഗ്ഫിറുല്ലാഹ് എന്ന്. നാലാമത്തെ കാര്യം, റാബിഅതു ഇദാ അറാദ ഫിഅലൻ ഗദൻ യഖൂല ഇൻഷാ അല്ലാഹ്. നാളെ എന്നുള്ള വാക്ക്, ഒരു പ്രയോഗം ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, നമുക്ക് നാളെ പോവാം, നാളെ ചെയ്യുക, നാളെ വരാം, നാളെ കൊണ്ടുകൊടുക്കുക, നാളെ തിന്നുക, നാളെ നമുക്കത് ചെയ്യുക എന്ന് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നാളെ നാളെ എന്നുള്ള പ്രയോഗം ഒരാൾ ഉദ്ധരിക്കുകയാണെങ്കിൽ, പറയുകയാണെങ്കിൽ, ഉദ്ദേശിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവൻ പറയണം യഖൂല ഇൻഷാ അല്ലാഹ്, അല്ലാഹ് നമുക്ക് പോകാം, നാളെ അത് നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്നാൽ ഇൻഷാ അല്ലാഹ് എന്ന വാക്കിനും കൂടി ഈ നാളെ എന്നുള്ള വാക്കിലേക്ക് ചേർത്തി പറയാം. അഞ്ചാമത്തെ കാര്യം, ഇദാ ഇസ്തഖബല ഇലൈഹി ഫിഅലൻ മക്റൂഹൻ അൻ യഖൂല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. വെറുക്കപ്പെടുന്ന ഏതെങ്കിലും പ്രവൃത്തിയിലേക്ക് അവൻ മുൻകടന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് അവൻ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്നുള്ള വാക്ക്. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം, ഇദാ അസ്വാബതുഹു മുസീബത്തുൻ അൻ യഖൂല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.